ഇന്ന് നമുക്കൊരു 1 kg കേക്കും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ബൊക്കയും കൂടി നമുക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്കിന് വേണ്ട സ്പഞ്ചാണ് റെഡിയാക്കുന്നത്. ഇതൊരു ചോക്ലേറ്റ് കേക്കാണ്. 1 kg വെയിറ്റ് വരുന്ന കേക്കാണ്. പക്ഷേ അവർക്ക് അത്യാവശ്യം വീതിയിൽ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 1 കപ്പ് മൈദ എടുത്തു. അതിൽ നിന്നൊരു 1/4 കപ്പ് മൈദ മാറ്റിയിട്ട് അതിന് പകരം കൊക്കോ പൗഡർ ആഡ് ചെയ്തു 1/4 കപ്പ്. എന്നിട്ട് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു കൊക്കോ പൗഡർ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് ആ 2 ടേബിൾ സ്പൂണിന് പകരം കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ കളർ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ നമുക്ക് വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളൊന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് 4 എഗ്ഗ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 1 kg കേക്ക് ആയത് കാരണം ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ബീറ്റായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് ഫുള്ളായിട്ട് എടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒന്ന് നന്നായിട്ട് ഇതേപോലെ നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊന്ന് പയ്യെ ബീറ്റ് ചെയ്തെടുക്കാം. അധികം സ്പീഡിൽ ബീറ്റ് ചെയ്യണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം അരിച്ച് വെച്ച് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതൊരു 2 ബാച്ചായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന കൊക്കോ പൗഡർ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു കൊക്കോ പൗഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാലെടുക്കുന്നതിനകത്തേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ബ്രൂ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേക്കിന് സ്പഞ്ചിന് നല്ലൊരു ഡാർക്ക് കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ യൂസ് ചെയ്തത് കാരണം ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ബ്രൂ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ലൈറ്റ് ആയിട്ടുള്ള കൊക്കോ പൗഡർ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ആ ഒരു കളറ് നല്ലൊരു ഡാർക്ക് കളറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ബാറ്റർ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്പാച്ചിൽ വെച്ചും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ബാറ്ററൊക്കെ ഈവനായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ടിൻ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ബാറ്റർ റെഡി ആയതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ 180 ഡിഗ്രിയിൽ ഞാനൊരു 10 മിനിറ്റ്സ് ആണ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ചോക്ലേറ്റ് സ്പഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബേക്കിംഗ് ടൈം ചിലപ്പോൾ ഒരു 30 to 35 മിനിറ്റ്സ് ഒക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഓവനിൽ നിന്ന് ബേക്ക് ആയതിന് ശേഷം ഞാൻ പുറത്ത് വെച്ച് നന്നായിട്ട് കേക്കൊന്ന് തണുപ്പിച്ചെടുത്തു. എന്നിട്ട് ഇതുപോലെ ടിന്നിൽ നിന്നൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മളുടെ ഈ ഒരു സ്പഞ്ചിന് അത്യാവശ്യം നല്ലൊരു ഡാർക്ക് കളർ ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ കളർ കിട്ടണം എന്നുള്ളവർക്ക് നല്ല ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡർ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ശരിക്കും 3-4 ടൈപ്പ് കൊക്കോ പൗഡേഴ്സ് ഉണ്ട് പല ഷെയ്ഡിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഈ കേക്ക് ഒന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ കേക്ക് ഒന്ന് നല്ല പരത്തി ചെയ്യാൻ പോണത്. എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ബേസ് എന്ന് പറയുന്നത് 16x14 അതായത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബേസാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീമും അതേപോലെ ചോക്ലേറ്റ് ഗനാഷും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് ഗനാഷ് 1:1 റേഷ്യോയിലാണ് റെഡിയാക്കിയത്. 1 കപ്പ് ചോക്ലേറ്റും അതേപോലെ 1 കപ്പ് ക്രീമും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഗനാഷ് റെഡിയാക്കിയത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബേസ്. ഇത് റെക്റ്റാങ്കിൾ ബേസാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വീതിയിലും കേക്ക് വേണമെന്ന് പറയുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാറ്ററൊക്കെ നമ്മൾ 1 kgയുടെ തന്നെ റെഡിയാക്കി എന്നിട്ട് 3 ലെയർ ആക്കിയതിൽ 1 ലെയർ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്തിട്ട് 2 ആക്കി. എന്നിട്ട് നമ്മൾ ഇതുപോലെ ടോട്ടലി കേക്കിന് 2 ലെയറാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കേക്കൊക്കെ ഒന്ന് ബേസിലേക്ക് വെച്ചിട്ട് കേക്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ മിൽക്ക് മെയ്ഡും അതുപോലെ പാല് പിന്നെ അതിനകത്തേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ വെറ്റ് ചെയ്യാനായിട്ടുള്ള സിറപ്പ് റെഡിയാക്കിയത്. പിന്നെ കേക്ക് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേളിലേക്ക് ക്രീം അപ്ലൈ ചെയ്തിട്ടു. ക്രീമിലും കുറച്ച് ചോക്ലേറ്റ് ഗനാഷൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളുടെ ചോക്ലേറ്റ് ഗനാഷ് മേളിൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ചോക്ലേറ്റ് ചിപ്സ് ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത ലെയർ വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് പരത്തി ചെയ്യുമ്പോൾ നമ്മുടെ കേക്കിന് ടോട്ടൽ
2 ലെയർ ഉണ്ടാവുള്ളൂ. പക്ഷേ വെയിറ്റ് നമുക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 1 kg കേക്ക് കുറച്ച് വീതിയിലും പരത്തിയൊക്കെ ചെയ്യണമെന്ന് പറയുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സെയിം തന്നെ നമുക്ക് 7 ഇഞ്ചിൽ വേണമെങ്കിൽ അതേപോലെ ചെയ്യാം. 7 ഇഞ്ചിൽ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ലെയർ 2ആക്കി കട്ട് ചെയ്തിട്ട് ചെയ്യാം. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കേക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ ബേസിൻ്റെ കാര്യമാണ് ആദ്യം തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അത് കറക്റ്റ് അളവിന് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ കേക്കൊക്കെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ കേക്കിൻ്റെ കൂടെ ഒരു ബൊക്കയും കൂടി സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബേക്കിംഗ് ഷോപ്പിൽ പോയിട്ട് ബൊക്കെ ഷീറ്റ് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇത്രയും കളേഴ്സും ഇതേപോലെയുള്ള ഡിസൈനിലുള്ള ബൊക്കെ ഷീറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കളറും ഞാൻ ഇതുപോലെ ടേബിളിൽ ഒന്ന് നിരത്തി വെച്ചിട്ടോ. അപ്പോൾ പ്രിൻ്റഡ് ആയിട്ടുള്ള ബൊക്കെ ഷീറ്റും അതേപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റുകളുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെയും താഴെ ഇതേപോലെ ഗോൾഡൻ കളറും അതുപോലെ വൈറ്റ് കളറിലുള്ള ബോർഡേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ നോക്കി വാങ്ങിക്കാം. ഒരു ഷീറ്റിന് 14 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഞാൻ ഇതുപോലെയുള്ള ബ്ലാക്ക് ഷീറ്റ് ഒരു 3 എണ്ണവും പിന്നെ ആ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഷീറ്റ് 2 എണ്ണവും വാങ്ങിച്ചിട്ടോ. പിന്നെ അതുപോലെ ബൊക്കെ നമുക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്യാനാണ് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെഡ് കളറിലെ ഈ ഒരു റോസും അതേപോലെ തന്നെ നമ്മുടെ ജിപ്സോഫിലെ ഫ്ലവേഴ്സും വെക്കാനുണ്ടായിട്ടോ. അപ്പോൾ ഈ ഒരു ജിപ്സോഫിലെ ഞാൻ 100 രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. റോസിന് നമുക്ക് 7 റോസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റോസ് ചിലപ്പോൾ പല സ്ഥലത്തും പല റേറ്റ് ആയിരിക്കും വന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ റേറ്റ് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ കസ്റ്റമർ ചെറുതായിട്ട് നമ്മൾ ഡേറ്റ് ഒന്ന് മാറ്റിയായിരുന്നു. 27-ാം തീയതിക്ക് വൈകുന്നേരം വേണമെന്ന് പറഞ്ഞത് 28-ാം തീയതി രാവിലെ ആക്കി. അപ്പോൾ പുറത്ത് വെച്ചാൽ ഫ്ലവേഴ്സ് ചീത്താണെന്ന് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. പിന്നെ നമ്മുടെ കേക്കും ഓൾറെഡി ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 27-ാം തീയതി രാത്രി ഞാൻ ഇതേപോലെ കേക്ക് ഒന്ന് നമ്മുടെ ഫൈനൽ കോട്ടൊക്കെ ചെയ്തിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് എടുത്തിട്ടോ. അപ്പോൾ ചെറുതായിട്ട് ആ സെൻറ്റർ ഭാഗം ഒന്ന് ഒരു വിള്ളൽ പോലെ വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വേറൊന്നുമല്ല, കൂളിങ് കുറച്ച് കൂടിയത് കൊണ്ടാണ്. കാരണം നമ്മൾക്ക് കുറച്ച് നേരത്തെ ക്രം കോട്ട് ചെയ്ത് വെക്കേണ്ടി വന്നു. പിന്നെ കസ്റ്റമർ ഡേറ്റ് മാറ്റിയത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ചെറിയ ഇഷ്യൂ വന്നത്. അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡ് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നാണ്. മോഡലും കളറെല്ലാനും അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയച്ചു തന്ന കേക്കിൽ ഈ സെയിം കളർ തന്നെയായിരുന്നു. ആ കളർ തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിന് യൂസ് ചെയ്തത് മാജിക് കളേഴ്സിൻ്റെ റെഡ് കളറാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു ഡ്രോപ്പ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സ്ക്വയർ കേക്ക് ചെയ്യാനും റെക്റ്റാങ്കിൾ കേക്കൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് റൗണ്ട് കേക്ക് ചെയ്യുന്നതിന് കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കേക്ക് ഒന്ന് ഷേപ്പ് ചെയ്തു. നമ്മൾ മേൽഭാഗത്ത് നമ്മളുടെ നൈഫ് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടോ. ഇപ്പം നമുക്ക് മേൽഭാഗത്തുള്ള ഡിസൈനാണ്. അപ്പോൾ ഇതുപോലെ നോസിൽ ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. ആദ്യം തന്നെ ആ ഒരു 4 ഭാഗത്തുള്ള പൂക്കൾ വരച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആ ഒരു എഡ്ജിലെത്തുമ്പോൾ ഫ്ലവറിൻ്റെ സൈസ് ചിലപ്പോൾ ചെറുതാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു എൻഡ് ഒന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഫ്ലവേഴ്സ് വരക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സെയിം കളേഴ്സ് വെച്ചിട്ട് തന്നെയാണ് ഫ്ലവേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളും അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ ഒരു നോസിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള നോസിൽ വെച്ചിട്ട് അടുത്തൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ നോസിലുമൊന്നും നമ്പർ ഇല്ല കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് നമ്പറും അറിയില്ല. നമ്മൾ ബേക്കിംഗ് ഷോപ്പിൽ പോകുമ്പോൾ കാണുമ്പോൾ ഭംഗി തോന്നും, ആ നോസിലെടുക്കും. പിന്നെ ഇന്ന ഫ്ലവർ ഇന്ന നോസിൽ വെച്ച് വരക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അങ്ങനെ എടുക്കുന്നതാണ്. കറക്റ്റ് എനിക്ക് നമ്പർ അറിയില്ല കേട്ടോ. ഒരുപാട് പേര് കമൻറ്റിൽ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കേക്കിൻ്റെ ഡിസൈനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പേരും കൂടി എഴുതി പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ ഒരു 2 ബട്ടർഫ്ലൈസ് ഒക്കെ കേക്കിൽ വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ പേരെഴുതി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ ബട്ടർഫ്ലൈസും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്കിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടോ. അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്തത് നമ്മളുടെ ബൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അവർ അയച്ചു തന്നതും ഒരു ബ്ലാക്ക് കളറായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഷീറ്റൊക്കെ എടുത്ത് ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മളുടെ ഫ്ലവേഴ്സിൻ്റെ താഴത്തെ കുറച്ച് ലീഫുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ കുറച്ച് വലിയ മുള്ളുകളൊക്കെ ഉണ്ടായിരുന്നതും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, കാരണം നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് കൈ കുത്തിക്കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി പിന്നെ ഇതേപോലെ നമ്മളുടെ ജിപ്സോഫില്ലയുടെ ഒരു ചെറിയ ബണ്ടിലെടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് ഒരു 3 റോസ് വെച്ച് കൊടുക്കുന്നുണ്ട്. റോസ് അവർ 7 എണ്ണം വേണമെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ 7 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ. പിന്നെ അടുത്തൊരു ജിപ്സോഫില്ലയുടെ ലെയർ വെച്ചിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു റോസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബൊക്കയുടെ ഫ്ലവേഴ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് റെഡിയാക്കി എടുത്തത് കേട്ടോ. പിന്നെ ഈ ബൊക്കയുടെ ഓർഡർ ഒന്നും നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നതല്ല. ഇത്
ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പോൾ പല രീതിയിലും പല മോഡലിലായിരിക്കും നമ്മൾ ബൊക്കെ ചെയ്യുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ ഒരേ മോഡലിൽ തന്നെ ചെയ്യാറില്ല കേട്ടോ. ആദ്യം നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റഡ് പേപ്പറുകളും നമുക്ക് ബേക്കിംഗ് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മളുടെ ക്രിസ്മസിൻ്റെ ടൈമിൽ പ്ലം കേക്കും ക്യാരറ്റ് കേക്കൊക്കെ പാക്ക് ചെയ്യാനും പൊതിയാനൊക്കെ ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് താഴെ റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു ബൊക്കെ ഷീറ്റ് നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ ബൊക്കെ ഷീറ്റ് ഇതുപോലെ ഒരെൻഡൊന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റാപ്പിംഗ് ഒക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള മോഡലിലും നമ്മളുടെ ഒരു ഐഡിയ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എനിക്കിങ്ങനെ തോന്നിയ ഒരു മോഡലിൽ ഞാനങ്ങനെ ചെയ്യുന്നു എന്നുള്ളൂ. പലരും പല രീതിയിലായിരിക്കും ചെയ്യണേ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മോഡലിൽ ജസ്റ്റ് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സെൻറ്റർ നമുക്ക് ഒന്ന് ടൈ ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ മടക്കൊന്നും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യം ഒന്ന് ജസ്റ്റ് ഈ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് വിട്ടു പോകാതിരിക്കാൻ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ റിബൺ വെച്ചിട്ട് കെട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ സാറ്റിൻ റിബണാണ് കേട്ടോ യൂസ് ചെയ്തത്. നമുക്ക് ഫ്ലവർ പോലത്തെ മോഡലിലുള്ള സാറ്റിൻ റിബൺ കിട്ടും, അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിന് കുറച്ചും കൂടി മാച്ച് ആയിട്ടുള്ളത് ഒരു ഗോൾഡൻ കളർ ആയതുകൊണ്ടാണ് ഞാൻ ഗോൾഡൻ സാറ്റിൻ റിബൺ എടുത്തത് കേട്ടോ. അപ്പോൾ വേറെ ഏതെങ്കിലും മോഡലിലുള്ള കളേഴ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും യൂസ് ചെയ്യാം. കുറച്ചും കൂടി നമ്മൾ മാച്ച് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ, അപ്പോഴാണ് ഇച്ചിരി ഭംഗി ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മളുടെ ബൊക്കയും നമ്മളുടെ കേക്കൊക്കെ സെറ്റായിട്ടുണ്ട്. കേക്കിൻ്റെ ഫൈനൽ ലുക്കും ബൊക്കയുടെ ഫൈനൽ ലുക്കും ഇങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പാക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്യാം. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ കുറച്ച് വലിപ്പമുള്ള ബോക്സാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത് നമ്മളുടെ നോർമൽ കേക്ക് ബോക്സിനേലും കുറച്ചും കൂടി കട്ടിയുള്ളൊരു ബോക്സാണ്, കുറച്ച് റേറ്റും കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി പരന്ന രീതിയിലുള്ള കേക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിയിലുള്ള ബോക്സിൽ പാക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതിൻ്റെ തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പും സ്ക്വയർ ഷേപ്പൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ബേസ് റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടി, പക്ഷേ ബോക്സ് എനിക്ക് സ്ക്വയർ ഷേപ്പാണ് കിട്ടിയത് കേട്ടോ. ഇത് 16 ഇഞ്ചിൻ്റെ ആണ്. അപ്പോൾ ബേസിൻ്റെ ഒരറ്റം നമുക്ക് 16 ഇഞ്ചും ഒരറ്റം 12 ഇഞ്ചുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് 16 ഇഞ്ചിൻ്റെ തന്നെ ബോക്സ് വേണ്ടി വരും. അപ്പോൾ ഇതേപോലെ ഞാനൊരു സ്ക്വയർ ബോക്സാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ കേക്ക് ഇതേപോലെയാണ് കേട്ടോ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്കിൻ്റെയും ബൊക്കയുടെയൊക്കെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡെലിവറി ചെയ്യാം. രാവിലെ 11 മണിക്ക് മുന്നേ ആയിട്ട് സ്കൂളിൽ കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ടാറ്റാ.